തയ്യൽക്കാരുടെ കയ്യിൽ ഒരു തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക, കാശ് വാങ്ങിക്കുക. സോ സിമ്പിൾ. വീട്ടിലിരുന്ന് പെൺപിള്ളേർക്ക് ഇതുപോലെ കാശ് വരാൻ പറ്റിയ പണി വേറെ ഇല്ല എന്ന് വിചാരിക്കുന്നവരോട് എന്നാ സംഗതി അങ്ങനെയൊന്നും അല്ല. തലയ്ക്കകത്തും പുറത്തും കുറച്ചെങ്കിലും മൂള വേണം. ഈ 8ന്റെ പണി 16 കിട്ടാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ സ്റ്റിച്ചിങ് കേട്ടോ. അങ്ങനത്തെ ഒരു 8ന്റെ പണിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പാന്റിന് കുറച്ച് നീളം വെച്ച് നേരം തലപോഞ്ഞ് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന്റെ താഴ്ഭാഗത്ത് ഓൾറെഡി ഞാൻ നീളം വെച്ചു. ഇനി മുകളിലേക്കാണ് കുറച്ചും കൂടി നീളം വെക്കേണ്ടത്. കുറച്ച് നേരം തലപോഞ്ഞ് ആലോചിച്ചു എങ്കിലും എന്റെ സ്ഥിരം കുരുട്ട് ബുദ്ധിയെ പുറത്തേക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. ആ ഇലാസ്റ്റിക്കിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ ഇലാസ്റ്റിക്. അതല്ലാണ്ട് നമ്മൾ നൂല് അഴിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം വേണ്ടി വരും അത് മൊത്തത്തിൽ അഴിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി ഇലാസ്റ്റിക്കിൻ്റെയും ആ കട്ട് ചെയ്ത പാൻറ്റിൻ്റെയും ഇടയിലേക്ക് ഒരു 6 ഇഞ്ച് വീതിയിൽ ഒരു പീസ് വെച്ച് അടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെയും ചെയ്യാത്തൊരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും പോരാത്തതിന് കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു കുട്ടി കസ്റ്റമർക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ആൾ ക്ലാസിക്കൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പതിവിലും നീളവും വീതിയൊക്കെ കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.